ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ജസ്റ്റ് വീടിൻ്റെ അടുത്ത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇവിടെ രാവിലെ 5 മണിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നതാണ്. പക്ഷേ നടന്നില്ല. അങ്ങനെ ഏകദേശം 6 മണിയായി. നമ്മൾ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ വെള്ള കീറി കഴിഞ്ഞു. സോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ കുഴപ്പമില്ല, ഇരുട്ട് അധികം അങ്ങ് മാഞ്ഞു പോയിട്ടില്ല. സോ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് പാരിപ്പള്ളിയിൽ അല്ലെങ്കിൽ കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടോയെന്ന്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ടോയെന്ന്. ബാക്കിയെല്ലാം പ്രൈവറ്റ് ആണല്ലോ. അപ്പം ആ ചോദ്യത്തിന് ഒരു ഉത്തരവാണിത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം, അല്ലെങ്കിൽ പാരിപ്പള്ളി. അത് പ്രാദേശികമായിട്ട് പാരിപ്പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറയും അടുത്തുള്ള ആൾക്കാർ. അല്ലെങ്കിൽ സർക്കാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലം. നിങ്ങൾക്ക് ആ ബോർഡ് കണ്ടാൽ അറിയാം. ഇവിടെ UG PG പഠനങ്ങളുണ്ട്. PGക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ OPD കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്. ESICയുടെ കീഴിലായിരുന്ന ഹോസ്പിറ്റലായിരുന്നു. അന്ന് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഒരാവശ്യമില്ലാതെയാണ് സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്തത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ കൊല്ലം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മിക്ക എല്ലാവരും. ഇപ്പോൾ അത് മെഡിക്കൽ കോളേജ് ആക്കിയെന്ന് പറഞ്ഞപ്പോൾ പലരും കൊല്ലത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്ന് കൊല്ലംകാർ വരെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. ESI ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ PG എടുത്ത സമയത്ത് തന്നെ പലരും ചോദിച്ച ചോദ്യമാണ്, കൊല്ലത്ത് ഏത് മെഡിക്കൽ കോളേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും കൊല്ലത്ത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. ESIC കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് ആക്കിയതാണ്. അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. കാരണം OPD മാനേജ്മെൻറ്റ്, കാഷ്വാലിറ്റി ഇഷ്യൂസ് ഒരുപാടുണ്ട്. അങ്ങനത്തെ മാനേജ്മെൻറ്റിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. ESIയിലായിരുന്ന സമയത്ത് ശരിക്കും നല്ല ഹോസ്പിറ്റലായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ സർജറി വരെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ആന്ധ്രയിൽ നിന്ന് വന്ന ഒരു സർജനായിരുന്നു അന്ന് അവിടെ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലാണ് അന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. ഇപ്പോഴത്തെ അവസ്ഥ മറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കണക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലെവൽ ക്രോസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴും ലെവൽ ക്രോസ് സിസ്റ്റം ഉള്ളത് എനിക്കൊന്ന് കേരളത്തിലായിരിക്കും. ബാക്കി എല്ലാ സ്റ്റേറ്റിലും അത്യാവശ്യം മാറിക്കഴിഞ്ഞു. ഇപ്പം ഭോപ്പാലിലാണെങ്കിൽ റാണി കമലാപതി, തമിഴ്നാട്ടിൽ കുറവല്ലേ നമ്മളന്ന് പോയ സമയത്തൊക്കെ. ഇപ്പോൾ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ മാറിക്കഴിഞ്ഞു. ഇത് നമ്മുടെ കാപ്പിലി പോണ വഴിയാണ്. ആ വഴി നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും. ആ റോഡ് വ്യൂ അടിപൊളിയാണ്. പക്ഷേ ആ റോഡ് നിങ്ങൾ നോക്കണം. ട്രിവാൻഡ്രത്ത് നിന്ന് ഈ കാപ്പിൽ ഭാഗത്ത് നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് മാറുമ്പോൾ, നഗരസഭ മാറുമ്പോൾ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും റോഡിൽ നിന്ന്. ഈ ഒരു പോയിന്റ് മാറിക്കഴിഞ്ഞു. ഇതിപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് കയറി, അപ്പോഴത്തേക്ക് റോഡിൻ്റെ അവസ്ഥയും ഭയങ്കരമായിട്ട് മാറി. വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ്. നിങ്ങൾ ഇത് ട്രിവാൻഡ്രം കൊല്ലം സൈഡിലാണെങ്കിൽ എല്ലാവർക്കും വരണം. പക്ഷെ ഇവിടെ ഉള്ളവരാണെങ്കിൽ എന്തായാലും വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. കഴിവതും ഏർലി മോർണിംഗ് വന്നാൽ ഭയങ്കര രസമാണ്. കണ്ടോ, ഒരു സൈഡിൽ കായലും ഒരു സൺറൈസും ഭയങ്കര രസം. ഒരു സൈഡിൽ ബീച്ച്. ആക്ച്വലി ഒരു മഴയുണ്ടായിരുന്നു കുറച്ച്, അതാണ് കാർമേഘം ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര നല്ലൊരു ഫീൽ ഗുഡ് ആയിരുന്നു. ഒരു സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് നല്ല കായലൊക്കെ ആയിട്ട്. പിന്നെ ഒരു പോയിൻ്റ് ഉണ്ട്, കായലും കടലും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെയാണ് കായലും കടലും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പൊഴി എന്ന് പറയും, അതും നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. നിങ്ങളെല്ലാവരും രാവിലെ ആകുമ്പോൾ അധികം വെയിലൊന്നുമില്ല, നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഇതിവിടെ ഉള്ളൊരു പാലമാണ്. ഇതിൻ്റെ മുകളിലും നല്ലൊരു വ്യൂ ഉണ്ട്. രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കുറേ അവിടെ കണ്ടോ, അങ്ങ് ദൂരെ അതാണ് ആ ദൂരെ കാണുന്ന കടൽ, പിന്നെ കായൽ, അത് രണ്ടും കൂടെ മിക്സ് ആവുന്ന അത് ഭയങ്കര രസമാണ്. ഇത് കടലാണ്. പിന്നെ കാർമേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മഴയായിരുന്നു ആ സമയത്ത് നല്ല. ഇപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തി. ഇത് ആക്ച്വലി നമുക്ക് ബീച്ച് സൈഡിൽ കൂടി ഓടിക്കാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു. ഇതാണ് നമ്മുടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം. രാവിലെ ആയിരുന്നു. കുറച്ച് പട്ടിക്കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയ ശല്യം ഉണ്ടായിരുന്നു ഒരു ആദ്യ സമയങ്ങളിൽ. പിന്നെ അതൊക്കെ പോയി. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. എന്തൊക്കെ ഡെവലപ്മെൻറ്റ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ളൊരു ലിമിറ്റും ഇല്ല. അത്മരത്തിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ബോട്ടിൻ്റെയോ ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പലരും പോകുന്നത് അറിയാം. മൂന്നാറിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഊട്ടി പോകുന്നവർക്കൊക്കെ അറിയാം. അവിടെ എന്താണ് അവർക്ക് ഒരു ചെറിയൊരു ലേക്കിനകത്ത് അവർ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഇവിടെ അത് കണക്ക് ചെയ്യാൻ സാധ്യത, ഒരു അനന്ത സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഒന്നിനും ആരും ചെയ്യുന്നില്ല. നമുക്കത് ഇപ്പം സാമ്പത്തികമായിട്ട് കഴിയാത്തത് കൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ നല്ല ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
സോ ഇതാണ് നമ്മുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം. ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണ് ഞാൻ പറഞ്ഞ കണക്ക്. പിന്നെ അവിടെ വെള്ളം എന്ന് പറയുന്നത് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള വാട്ടർ എങ്ങും കിട്ടാനില്ല. പിന്നെ ആൾക്കാർ പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയുന്നുണ്ട്. ശരിക്കും അതൊരു വലിയ മോശം പരിപാടിയാണ്. കാരണം ഇതൊക്കെ പിന്നെ വെള്ളത്തിലേക്കാണ് പോകുന്നത്, നേരെ കടലിലേക്ക് പോകും. പിന്നെ ഏതെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം വരുന്ന സമയത്ത് എല്ലാം തിരിച്ചു വരും. സോ മാക്സിമം ഇതിനെ തറയിലിട്ട് നശിപ്പിക്കാതിരിക്കുക എന്നൊരു അപേക്ഷ കൂടി ഉണ്ട് ഇവിടെ ഇപ്പോൾ പറയുമ്പം. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കണ്ടോ, നല്ലൊരു കായൽ. പക്ഷെ അവിടെ എനിക്ക് ചെറിയ വിഷമം തോന്നി, അവിടെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഒരു ഡസ്റ്റ്ബിൻ പ്ലേസ് ചെയ്യായിരുന്നു, ലൈക്ക് നമുക്ക് വേസ്റ്റ് ഇടാനൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കുറച്ച് ലിറ്റർ ചെയ്തിട്ടിട്ടുണ്ട്. ഒരു രാവിലെ നല്ല രസമുണ്ടായിരുന്നു, അധികം തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇതൊരു 7 മണി 6:30 7 ആ ഒരു ടൈമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ സൈഡിലുള്ള കായലെന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ചാണ് കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ ബീച്ചാണ്. അവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് തിര വരാതിരിക്കാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആ സൈഡിൽ കായൽ, അപ്പുറത്ത് ബീച്ച്. കായലിൻ്റെ അങ്ങ് കുറച്ച് റിസോർട്ട് പോലെയൊക്കെ കാണുന്നുണ്ട്. പണ്ട് അങ്ങോട്ട് നമ്മൾ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. പക്ഷെ അവിടെ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കായലിങ്ങനെ കയറി കിടക്കുകയാണ് കണ്ടോ, അങ്ങോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല അവിടെ ഡേഞ്ചർ എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകരുതെന്നൊരു നമുക്കൊരു വാർണിംഗ് സൈനും വെച്ചിട്ടുണ്ട്. ആക്ച്വലി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ആക്ച്വലി അന്ന് 3rd മന്തിൽ അവിടെയാണ് നമ്മൾ ഒരു വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ 7th മന്തിൽ നമ്മൾ 3rd വേഴ്സസ് 7th മന്ത് എന്നൊരു രീതിയിൽ എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷെ ആ ഒരു സ്പോട്ടിൽ ഇപ്പോൾ വെള്ളം കയറിപ്പോയി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കാമെന്നിങ്ങനെ ഡിസൈഡ് ചെയ്യുവാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ആക്ച്വലി. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഗേൾസിനും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ വരുമ്പം ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ലാത്ത ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് തോന്നി. ആ ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് കണ്ടോ. അങ്ങ് ദൂരെ നമുക്ക് കാണാമല്ലോ ബീച്ചും ഇതും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കായലാണ്, നല്ല നല്ല രസമുണ്ട്. ആക്ച്വലി ഈ നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുമ്പം ഇതുപോലത്തെ ഒരു കായലിലാണ് അവർ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. നമുക്കും അങ്ങനെ ബോട്ടിങ് ഉണ്ടായിരുന്നു, പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പം ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിത് ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. തിരിച്ചു വന്നപ്പോൾ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ കേട്ടോ, നല്ല ഭംഗിയിലെ ഒരു റെയിൻബോ. നമ്മൾ കുഞ്ഞിലെ ബുക്കിലൊക്കെ ഇങ്ങനെ വരയ്ക്കത്തില്ലേ, കറക്റ്റ് സെമി സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു റെയിൻബോ ഞാൻ കാണുന്ന ആദ്യമായിട്ട്. ഞാൻ ഇതിന് മുന്നേ റെയിൻബോ കണ്ടിട്ടുണ്ട്, അത് പക്ഷേ ഒരു ആർക്കായിട്ട് ഒരു സെഗ്മെൻറ്റ് ഓഫ് സർക്കിളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ കറക്റ്റ് ഫുൾ നമുക്ക് സെമി സർക്കിളായിട്ട് റെയിൻബോ കാണാം. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴയും പെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയായിരുന്നു അത് ആക്ച്വലി. മഴയും കൂടെ വെയിലും ആ റെയിൻബോയും ഒക്കെ ആയിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് പോയി. അപ്പം മഴയുണ്ടായിരുന്നു, ഏർലി മോർണിംഗ്, നല്ലൊരു ഫീൽ ഗുഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, ഞങ്ങൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരിച്ചു പോകുമ്പോഴും കണ്ടില്ലേ, ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും. പക്ഷെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ച് സൈഡിലൂടെ നല്ലതായിട്ട് കാറൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് തോന്നി, ആ റോഡൊന്ന് നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് മഴ പെയ്തുകൊണ്ട് നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് തുടങ്ങി. റോഡ് കണ്ടോ ഭയങ്കര ഒരു കുലുക്കമുണ്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ കുറച്ച് സാമൂഹിക വിരുദ്ധരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല. കുറച്ച് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ, അതൊക്കെ കുറച്ച് ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനത്തെ കുറച്ച് അവിടെ കാണേണ്ടി വന്നു, അങ്ങനത്തെ കുറച്ച് യുവാക്കളെ നമുക്ക്. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് ഇതിപ്പം റോഡ് എത്താറായി. ബീച്ച് സൈഡിലൂടെ പോയിട്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ റോഡിൽ കയറി. ഒരു സൈഡിൽ ബീച്ചാണ്, നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പോവുകയാണ്. രാവിലെയാണ് സമയം. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഒരു ടോയ്ലറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ പബ്ലിക് ടോയ്ലറ്റൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത, ഭയങ്കര വിഷമകരമായിട്ട് തോന്നി. ഭയങ്കര മഴയായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തായിരുന്നു. ഭയങ്കര മഴയായിരുന്നു, ഓടിക്കാൻ ഭയങ്കര പാടായി. വിഷൻ പിന്നെ സ്ക്രീനിൽ ഫോഗൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വണ്ടി പാർക്ക് ചെയ്തു.
പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ വണ്ടി സ്റ്റാർട്ട്, മഴയൊക്കെ പോയപ്പം വീണ്ടും നമ്മൾ പോയി. കണ്ടോ, സ്ക്രീൻ ഫുൾ ഫോഗാണ്, ഒട്ടും വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. ഇത് അടുത്ത റോഡാണ്. നമ്മളടുത്ത് അപ്പുറത്ത് വേറൊരു ബീച്ചിലോട്ട് പോവുമായിരുന്നു. അപ്പോഴത്തേക്കും ആ പോകുന്ന വഴിയിലുള്ള റോഡാണ്. കണ്ടോ എന്തൊരവസ്ഥയാണ്, ശരിക്കും ഒരു ഭയങ്കര കുലുക്കമായിരുന്നു. പിന്നെ കണ്ടോ വണ്ടി കുലുങ്ങി ഭയങ്കര ഒരു റോഡ് ഭയങ്കര മോശമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് അവർ നന്നാക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് പൊട്ടിക്കിടക്കുക, ഫുൾ കുണ്ടും കുഴിയുമായിട്ട് വണ്ടി ഫുള്ളിങ്ങനെ കുലുങ്ങി പോകുമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കുറേ ഏരിയയിലുണ്ട് റോഡ് അങ്ങനെ. നമ്മളങ്ങനെ അവിടെ നിന്ന് പിന്നെ പോയി നല്ല കാഴ്ചകളൊക്കെ കണ്ടു, കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. നല്ല മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും റോഡൊരു പ്രശ്നം തന്നെയാണ്. റോഡിന് വിട്ടും കുറവായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ റോഡ് ഭയങ്കര മോശമായിരുന്നു. കുറേ പേരൊക്കെ മീൻ വാങ്ങിയിട്ടൊക്കെ വരുന്നതൊക്കെ കാണാം. കണ്ടോ അടുത്ത ബീച്ച് എത്താറായി. ഇവിടെ നമ്മൾ പോയത് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീൻ കിട്ടുവാണെങ്കിൽ കുറച്ച് മീൻ കൂടി വാങ്ങാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ബീച്ചിലോട്ടൂടെ പോയത്. റോഡ് ഭയങ്കര നാരോ ആണ്, പിന്നെ റോഡ് അത്ര നല്ലതല്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡൊന്ന് നന്നാക്കി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നും. രാവിലെ സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതും സ്കൂൾ ബസ്സും ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നതും അങ്ങനെ കാണാമായിരുന്നു. നമ്മൾ പെട്ടെന്ന് രാവിലെ ആകുമ്പോൾ അധികം തിരക്കും കാണില്ല, വെയിലും കാണില്ല, അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള രീതിയിൽ പോയതാണ്. ഇത് ഒരു പാലമാണ്, കണ്ടോ പാലവും ഇത് കൂടെ നോക്കുമ്പോഴും നമുക്ക് ആ സെയിം കാഴ്ച തന്നെ കാണുന്നത്. ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും ആ മീറ്റ് ചെയ്യുന്നത്. ആ വ്യൂ എത്ര കണ്ടാലും മനസ്സിലാകത്തില്ല, ലൈക്ക് കൊതി തീരത്തില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ്. പാലത്തിലും കണ്ടോ റോഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് തോന്നി. ഒരു പാലമൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ. കണ്ടോ റോഡിൻ്റെ അവസ്ഥയാണ് ഭയങ്കര മോശമാണ്. മഴയൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. വീണ്ടും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു. വിശക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി. പിന്നെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു, സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് പയ്യെ തിരക്കൊക്കെ കൂടി തുടങ്ങി, വണ്ടികളൊക്കെ വന്നു തുടങ്ങി. ഇത് ലോറികളിങ്ങനെ രാത്രി മറ്റേ മണ്ണൊക്കെ കൊണ്ടുപോകുന്ന ലോറിയില്ലേ, അതൊക്കെ പോകുന്നതാണ്. രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കായി, ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നു. അങ്ങനെ റോഡ് ഭയങ്കര മോശമാണ്. എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാവരും സേഫായിട്ട് പോകുന്നു. അപ്പം അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴും വാഷ്റൂം കിട്ടിയിട്ടില്ല, ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഒരിടത്തും ഒരു പബ്ലിക് വാഷ്റൂമും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. പോകുന്ന വഴിക്ക് കുറേ കുട്ടികളെയും കുറേ ജോലിക്ക് പോകുന്നവരും അങ്ങനെ കുറേ പേരെ കണ്ടു. പിന്നെ റോഡും കണ്ടോ, വീണ്ടും റോഡിൻ്റെ അവസ്ഥ മോശമാണ്. പിന്നെ മീൻ വിൽക്കുന്ന ആൾക്കാർ, പത്രക്കാർ, ഇതിപ്പോൾ ആരോ മീൻ വിൽക്കുന്ന സൈക്കിളിൽ മീൻ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. കണ്ടോ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബീച്ച് എത്താറായി. അങ്ങ് ദൂരെ നിങ്ങൾക്കിപ്പോൾ ബീച്ച് കാണാൻ തോന്നുന്നു. കണ്ടോ ആ ഒരു വളവ് തിരിഞ്ഞാൽ നമ്മൾ ബീച്ചെത്തും. പക്ഷേ റോഡിങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഉരുണ്ടുരുണ്ടേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും, റോഡൂടെ നന്നാക്കിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ കണ്ടോ ബീച്ചെത്തി, അങ്ങോട്ട് ബീച്ചാണ്. കുഞ്ഞു കടകളൊക്കെ കാണാം നമുക്ക്. വാവ്, നല്ല രസമാണ് ഇവിടെ കാണാൻ. കണ്ടില്ലേ ബീച്ച് നല്ല കാമായിട്ട്, ഒരു പ്ലസൻ്റായിട്ട്. ദൂരെ നമുക്ക് ഈ ഫിഷിങ്ങിന് ഒത്തിരി ബോട്ടുകൾ കാണാൻ പറ്റും. രാവിലെ മീൻ പിടിക്കാൻ പോയ ഒത്തിരി ബോട്ടുകൾ. മഴയൊക്കെ കുറഞ്ഞു കേട്ടോ, പക്ഷെ എങ്കിലും ഇപ്പോൾ ആകാശത്തിൽ കാർമേഘം കാണാം നമുക്ക്. ഇവിടെയൊക്കെ ചെറിയ 1-2 റിസോർട്ടൊക്കെ ഉണ്ട്. അത് കണ്ടോ ട്രെയിൻ പോകുന്നത്, അത് ഓപ്പോസിറ്റ് സൈഡിലെ കായലാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്,
ഒരു സൈഡിൽ ബീച്ച്, ഓപ്പോസിറ്റ് സൈഡിൽ കായൽ, അവിടെ പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ട്രെയിൻ പോകുന്നുണ്ടല്ലേ. മീൻ പിടിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുവഴി ട്രെയിൻ പോയ ആ വ്യൂ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ട് കിടന്നു. പക്ഷെ റോഡ് എനിക്ക് പറയാൻ വയ്യ. പിന്നെ ബാത്റൂമും ഇല്ല. ആ 2 പ്രശ്നം. ഇഷ്ടംപോലെ ആൾക്കാർ. ഇതായിരുന്നു അടിപൊളി. മീൻ ആൾക്കാർ മീൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യുന്നത്, വലയിൽ നിന്ന് എടുക്കുന്നുണ്ടോ. നല്ല ഫ്രഷ് ഫിഷ് അവർ വലയിൽ നിന്ന് ഇങ്ങനെ എടുക്കുവാണ്. ഒത്തിരി ബോട്ടുകളുണ്ടായിരുന്നു, ഒത്തിരി ബോട്ടുകൾ. അവരിങ്ങനെ ഫ്രഷായിട്ട് അതിൽ നിന്ന് മീൻ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതെല്ലാം മീൻ വിൽക്കുന്ന ചേട്ടന്മാരാ. താഴെ ഞണ്ട് കാണാം. അത് ലോബ്സ്റ്റർ ആയിരുന്നു കേട്ടോ, ലോബ്സ്റ്റർ, ഞണ്ടും ലോബ്സ്റ്റർ. ഞാൻ ആദ്യമായിട്ടോ ലോബ്സ്റ്റർ ഇങ്ങനെ നേരിട്ട്. ഏകദേശം നല്ല എമൗണ്ടാണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇവർ ഫ്രോഡ് കളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്നിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനി മത്സ്യം എന്നൊക്കെ ചിലർ പറയുന്ന കേട്ടില്ലേ, ആ സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഇതിൻ്റെ ബോട്ടിൻ്റെ മോളിൽ കൊണ്ടുവന്നിട്ട് വിൽക്കും. പ്രത്യേകിച്ച് ചൂര, വലിയ മീൻസ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കരുത്. സാധാരണ കിട്ടുന്ന ചെറിയ മീനുകൾ മാത്രമേ വാങ്ങാൻ ശ്രമിക്കാവൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടും. മുമ്പ് ഒരിക്കൽ വാങ്ങിയ സമയത്ത് വല്ലാതെ പറ്റിക്കപ്പെട്ടിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് തന്നെ. പിന്നെ ബാക്കി ചെറിയ മീനുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞണ്ട്, അയല, അങ്ങനത്തെ ചെറിയ മീനുകൾ എല്ലാം ഉണ്ട്. കൊഴിയാളയൊക്കെ ഒരുപാടുണ്ട്, സീസണുണ്ട്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ മനസ്സിലാവും ഇഷ്ടംപോലെ ബോട്ടുകളാണ് കടലിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പം അന്തരീക്ഷം നല്ലതാണ്, വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ പോകുന്നത്. നല്ല സീസണാണ്, നല്ല മീൻ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഈ സമയം. അപ്പം മാക്സിമം ഈ കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തുള്ളവർ എന്ന് വെച്ചാൽ ഈ ബോർഡർ ഭാഗത്തുള്ളവർക്ക് ഇവിടെ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6:30 മണി തൊട്ടൊരു 10-10:30 മണി വരെ ഏകദേശം നമുക്ക് നല്ല ഫ്രഷ് മീനുകൾ ഇവിടുന്ന് കിട്ടും. അതിനൊക്കെ തന്നെ കായൽ മീനുകളും ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ സൈഡിൽ റോഡുണ്ട്, ആ റോഡിലേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടുവരും. അപ്പോൾ അവിടെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതായിരിക്കും. താങ്ക്